ക്രിക്കറ്റ് താരമായ ഷെയ്ഖ് അക്തറിന്റെ സഹോദരന്റെ സംസ്കാര ചടങ്ങിൽ പഹൽഗാം ഭീകരാക്രമണ സൂത്രധാരൻ പങ്കെടുത്തതായി റിപ്പോർട്ട്. ലഷ്കർ ഇ തോയ്ബ നേതാക്കൾ പരസ്യമായി പങ്കെടുത്ത വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാലാകട്ടെ ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി തന്നെ അജ്ഞാതർ വലിയ രീതിയിൽ അലേർട്ടായിരിക്കുന്നു എന്നതാണ് വസ്തുത. അമിത്ഷായുടെ അജ്ഞാതൻ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നതും തരം കിട്ടിയാൽ അജ്ഞാതന്റെ തോക്കിൻ മുനയിൽ ഈ ഒരു ഭീകരൻ അവിടെ കൊല്ലപ്പെടും എന്ന അല്ലെങ്കിൽ വധിക്കപ്പെടുമെന്ന ഒരു വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഇന്ത്യക്ക് നേരെ തോക്കെടുത്തവരെ വെറുതെ വിടില്ല എന്നതാണ് ഇന്ത്യയുടെ നയം. ആയതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഇവരുടെ ഖബറടക്കം ഉണ്ടാകും. അജ്ഞാതന്റെ കൈകളാൽ തന്നെ ഇവർ വധിക്കപ്പെടുമെന്ന മറ്റൊരു വിലയിരുത്തൽ കൂടി പുറത്തുവരികയാണ്. കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ലഷ്കർ ഇ തോയ്ബ ഡെപ്യൂട്ടി ചീഫുമായ സെയ്ഫുള്ള കസൂരി ഉൾപ്പെടെയുള്ള ഭീകരരാണ് ഇസ്ലാമാബാദിലെ H8 എന്ന ആ ഒരു ചടങ്ങിലേക്ക് അവിടേക്ക് എത്തിയതായി തന്നെ പറയപ്പെടുന്നത്. ഭാരത സുരക്ഷാ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം സെയ്ഫുള്ള കസൂരി പരസ്യമായ ഒരു ചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടത് കനത്ത ജാഗ്രതയും ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്. ഭാരതത്തിന്റെ പ്രഹരത്തിന് ശേഷം ഇത്തരത്തിൽ തകർന്നടിഞ്ഞ ലഷ്കർ ക്യാമ്പുകൾ പാക് സൈന്യത്തിന്റെ സഹായത്തോടു കൂടി തന്നെ വീണ്ടും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പാക് ഭീകരർ തന്നെ ഇസ്ലാമാബാദിൽ പരസ്യമായി തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതേസമയം ജൂൺ 24-നായിരുന്നു ഷാഹിദ് അക്തർ അന്തരിച്ചത്. ഈ സംസ്കാര ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയാണ്. ഭീകരവാദികൾക്ക് പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും നൽകുന്ന പരസ്യമായ പിന്തുണയും സംരക്ഷണവും ഒരിക്കൽ കൂടി ഇവിടെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇതാകട്ടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ഭാരതത്തിൽ നിരവധി ചോരപ്പുഴകൾ ഒഴുക്കിയ പാക് ഭീകരർ മണ്ണിൽ യാതൊരു ഭയവും ഇല്ലാതെ തന്നെ സ്വതന്ത്രമായി വിഹരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയുന്നു. അത് യഥാർത്ഥമാണ് എന്നത് അടിവരയിട്ട് പറയുന്നതാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിനോടുകൂടി തന്നെ അതിന്റെ സൂത്രധാരന്മാരും ആഗോള ഭീകരരുമായ ഹാഫിസ് സായിദിന്റെ ലഷ്കർ ഇ തോയ്ബയുടെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മാർക്സി മുസ്ലിം ലീഗ് പ്രസിഡന്റ് കൂടിയായ ഇമാം ഉർ റഹ്മാൻ സെയ്ഫുള്ള കസൂരിക്കൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. രാജ്യാന്തര ഉപരോധങ്ങളിൽ നിന്നും ആഭ്യന്തര നിരോധങ്ങളിൽ നിന്നും ഒക്കെ തന്നെ രക്ഷപ്പെടാൻ ഇവിടെ ഹാഫിസ് സായിദ് രൂപീകരിച്ച നിഴൽ സംഘടനയായി തന്നെയാണ് ഈ ഒരു പാർട്ടിയെ പറയപ്പെടുന്നത്. ഈ പാർട്ടി പാകിസ്ഥാനിലെ കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്ത പാർട്ടി കൂടിയാണ്. ഷോയ്ബ അക്തറിന്റെ കുടുംബ ചടങ്ങിൽ ഭീകരവാദികൾക്ക് ഇത്രയും സ്വാധീനമുണ്ട് എന്നത് ഒരു കടുത്ത ആശങ്ക കൂടിയാണ് ഇവിടെ ഭാരതം വലിയ രീതിയിൽ വീക്ഷിക്കുന്നത്. അതേസമയം 25 വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഭാരതം അതിശക്തമായ തിരിച്ചടിയായിരുന്നു പാകിസ്ഥാന് നൽകിയത്. അതോടൊപ്പം തന്നെയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. വലിയ രീതിയിൽ ഭാരതം കൈക്കൊണ്ട ഒരു സുപ്രധാന തീരുമാനം തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിലൂടെ തന്നെ മുരിദ്കയിലെ ലഷ്കറി ആസ്ഥാനവും റവേൽപിണ്ടി മുതൽ തന്നെ മറ്റു പല സ്ഥലങ്ങൾ വരെയും പാക് സൈനിക താവളങ്ങൾ പോലും തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഭാരതത്തിന്റെ ഈ ഒരു മിന്നൽ ആക്രമണത്തിൽ പതറിയ കസൂരിയാകട്ടെ കടൽ മാർഗം ഇന്ത്യയിൽ മറ്റൊരു മുംബൈ മോഡൽ ആക്രമണം നടത്തുമെന്ന് പോലും ഭീഷണി മുഴക്കി ഫെബ്രുവരിയിൽ അദ്ദേഹം ഒരു വീഡിയോ പുറത്തുവിട്ടുകയും അതാകട്ടെ വലിയ രീതിയിൽ ഭീഷണി മുഴക്കുന്നതും ആശങ്കാജനകം ഉണ്ടാക്കുന്നതായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തങ്ങൾക്ക് പാക് സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നും സൈനികരുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ പാക് ആർമി തന്നെ തങ്ങളെ ക്ഷണിക്കാറുണ്ട് എന്നതായിരുന്നു അന്ന് ഈ വീഡിയോയ്ക്കൊപ്പം വെളിപ്പെടുത്തിയപ്പോൾ കസൂരി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.